നാം കാണേണ്ട ഒരു കാര്യം, കുട്ടികളിലുണ്ടാകുന്ന ആക്രമോത്സുകത ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണിത്. ഇപ്പം അമേരിക്കയിലെ കൊളറാഡോയിൽ കൊളംബിയ ഹൈസ്കൂളിൽ ഒരു 12ാം ക്ലാസ് വിദ്യാർത്ഥി 1999 12 സഹപാഠികളെയും ഒരു ടീച്ചറെയും വെടിവെച്ച് കൊന്നു. 21 കുട്ടികൾക്ക് അന്ന് ഗുരുതരമായി പരിക്കേറ്റു. ഏതാണ്ട് അതുമുതൽക്ക് ഇങ്ങോട്ട് ഈ സ്വഭാവത്തിലുള്ള ആക്രമണങ്ങളും ഇതിനെ നേരിടേണ്ടത് എങ്ങനെയെന്നതും ആ ചർച്ച ലോകവ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2007 ഏപ്രിലാണ് വെർജീനിയയിലെ ബ്ലക്സ്ബറിയിലും ഏകദേശം ഇതിന് തുല്യമായ സംഭവം ഉണ്ടായത്. അതിനുശേഷം ന്യൂടൗൺ, ടെക്സാസ്, ഫ്ലോറിഡ, റെഡ് ലേക്ക്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കുട്ടികളെ കൊല്ലുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിൽ ചിലയിടത്ത് മുതിർന്ന 1-2 പേര് വന്ന് വെടിവെച്ച സംഭവം ഉണ്ടായി. പക്ഷേ പല സ്കൂളിലും വിദ്യാർത്ഥികൾ തന്നെയാണ് കഠാരയും തോക്കുകളും ഉപയോഗിച്ച് സഹപാഠികളെ കൊന്നത്. അവിടെയെല്ലാം 28, 22, 17 ഒക്കെ കുട്ടികളാണ് പടഞ്ഞു വീണ് മരിച്ചത്. ഇങ്ങനെയൊരു തുടർ പരമ്പര ഉണ്ടായപ്പോഴാണ് ലോകമാകെ ഉയർന്നുകൊണ്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്തു. ലോകം തന്നെ ഇത് ചർച്ചക്കെടുത്തു. ഐക്യരാഷ്ട്രസഭ പോലും ഒരു ആഗോള പ്രതിഭാസമായി കുട്ടികളുടെ അക്രമോപാസന പടരുന്നതിനെക്കുറിച്ച് ഉത്കണ്ഠ രേഖപ്പെടുന്ന നിലയിലേക്ക് എത്തി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുവെന്നത് കേരളത്തിൽ ഇതുണ്ടാവുന്നതിനുള്ള ന്യായീകരണമല്ല. പക്ഷേ ഒന്ന് നാം കാണണം, കേരളവും ലോകത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ സവിശേഷമായ ഒരു സംസ്കാരം നമ്മുടെ നാടിനുണ്ട്, ജീവിത സാഹചര്യമുണ്ട്. അതിന് നിരക്കുന്നത് മാത്രമേ ഇവിടെ സംഭവിക്കാൻ പാടുള്ളൂ. അതിന് നിരക്കുന്നതല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നാം ഗൗരവമായി കാണണം. നമ്മുടെ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥമാണിന്ന്. അതാണൊരു പ്രത്യേകത.